എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ മാധ്യമ ധർമ്മത്തെക്കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്ക് കാണാൻ പറ്റും, മാധ്യമ ലോകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ധാർമ്മികത പലരും മറന്നു കഴിഞ്ഞു. കഷ്ടിച്ച് ചില ആൾക്കാർ മാത്രമേ അതിനെ കാത്തു സൂക്ഷിക്കുന്നുള്ളൂ. ഇപ്പോൾ മാധ്യമ പ്രവർത്തനം ആർക്കും നടത്താം. അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. സ്വയം ഞാൻ മാധ്യമ പ്രവർത്തകനെന്ന് അറിയിക്കാൻ വേണ്ടി പലരും പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടുന്നു. എന്നാൽ ഇതിലേറ്റവും വിചിത്രമെന്ന് പറയുന്നത്, ചില ചാനലുകൾ, അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ദയവ് ചെയ്ത് ആരെങ്കിലും വിളിച്ചിരുത്തി ആ അന്തി ചർച്ചയിൽ ഉൾപ്പെടുത്താതിരിക്കുക. കാരണം നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി, മുന്തിയ തരം ചില ചാനലുകൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റി ഇന്നലെ സമ്പാദിച്ചിരുന്ന വർഷങ്ങൾക്ക് മുമ്പുള്ള കഠിനാധ്വാനത്തിലൂടെ അതിൻ്റെ ശില്പികൾ നേടിയെടുത്ത ഒരു പേരാണ്. അതിനെ ഇപ്പോൾ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ യങ് ജനറേഷൻ. ധാർമ്മികത എന്നുള്ളത് ആരിലും തന്നെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഏറ്റവും പ്രധാനം, ചില ആൾക്കാർ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുമ്പോൾ അവരുടെ പേരിൽ ചിലപ്പോൾ അഡ്വക്കേറ്റ് എന്ന് കാണും, അല്ലെങ്കിൽ ഡോക്ടർ എന്ന് കാണും. അത് നമ്മൾ കാണുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടെടുത്ത് ബിരുദമെടുത്തവരാണ് വന്നിരുന്ന് ഓരോരോ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഫീൽ കുറച്ച് ക്വാളിറ്റി. ബട്ട് ഏറ്റവും മോശമായ രീതിയിലുള്ള ഇത് കിട്ടുന്നത് ഇങ്ങനെയുള്ള ചിലരിൽ നിന്നാണ്. അവരെന്ത് പറയുന്നത് ഏതാണെന്ന് അറിയില്ല. ഇവനൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ്റെ പാർട്ടിയെക്കുറിച്ച് മാത്രം പറയാം, എന്നിട്ട് മറ്റുള്ള പാർട്ടിയെക്കുറിച്ച് ചീത്ത വിളിക്കുക. അതിന് എന്ത് പറഞ്ഞാലും അതിന് യാതൊരു നെറികേടാണ് കാണിക്കുക. അത് ഉപയോഗിക്കുന്ന ഭാഷകൾ വളരെ മോശമാണ്. ഇത് കുട്ടികൾ കാണുകയാണ്. നിങ്ങളൊന്നും മനസ്സിലാക്കണം, ഈ ചാനലുകൾക്കും നിങ്ങളിപ്പോൾ റേറ്റിംഗ് നോക്കിയാൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് നിങ്ങൾക്ക് റേറ്റിംഗ് ഒരുപക്ഷെ കൂടുന്നുണ്ടെങ്കിൽ തെറിവിളി ആസ്വദിക്കുന്നവർ മാത്രമേ അതിൽ ഭാഗവത്താകത്തുള്ളൂ. മറിച്ച് ഒരുവിധം ക്വാളിറ്റി ആയിട്ടുള്ളവർ ആ ചാനൽ പിന്നെ കാണില്ല. അത് ഓരോ ദിവസവും അതിൻ്റെ അതിൻ്റെ റേറ്റിംഗ് താഴ്ന്നുകൊണ്ട് തന്നെ വരികയായിരിക്കും. അത് യാതൊരു സംശയമില്ല. പിന്നെ ഈ അവതാരിക എന്ന് പറഞ്ഞ കഥാപാത്രങ്ങളുണ്ട്. അതും ചിലർ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതിന് കിട്ടുന്ന മറുപടി, ഇവർ തമ്മിൽ കിടന്ന് തല്ലുകൂടലാണ്. ഇതെല്ലാം ജനം വീക്ഷിക്കുന്നുണ്ട്. ഇത് വീക്ഷിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ പ്രതിഘാതം നേരിടേണ്ടി വരുന്നത് ചാനൽ ഉടമകളാണ്. പിന്നെ ചില ചാനലുകളുണ്ട് പാർട്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കണം. അവർക്ക് പിന്നെ എന്ത് തോന്നിയാസവും വിളിച്ചു പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ മനുഷ്യനെ മൃഗമാക്കുന്ന, വിഡികളാക്കുന്ന കാര്യങ്ങൾ ഇവർ വിളിച്ചു പറയുള്ളൂ. പാർട്ടിയുടെ പേരിന് ചിലർക്ക് പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നേരെ തലയിൽ ഭ്രാന്താണ്. അതിന് അവർക്ക് യാതൊന്ന് തിരിഞ്ഞും നോക്കണ്ട, യാതൊരു കാര്യമില്ല. അതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, ഇതിൽ വന്നിരിക്കുന്ന പലരും തന്നെ ഏതാണ്ട് എബവ് 50, 40-50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അവരുടെ വായിൽ നിന്നും വരുന്ന ചില വാർത്തകൾ, ചില വാക്കുകൾ കേട്ട് ലജ്ജിക്കുന്നു, ലജ്ജാവഹമാണ്. അതുകൊണ്ട് ഇതിന് ഒരിക്കലും ഇനി ഒരു അവസാനം വരാൻ പോണില്ല. എന്തെങ്കിലും ഓരോരുത്തരും അവരുടെ മിടുക്ക് കാണിക്കുക, അവരുടെ പാർട്ടിയിൽ മിടുക്കരെന്ന് കാണിപ്പിക്കണം, അവരുടെ പാർട്ടിയിൽ പ്രൊമോഷൻ കിട്ടണം, നാളെ MLA ആകണം, അല്ലെങ്കിൽ മന്ത്രിയാകണം, അല്ലെങ്കിൽ ഡൂക്കിന് നേതാവാകണം. ഇതൊക്കെ ഒരു മനസ്സിൽ വച്ചിട്ടുണ്ടാണ് അങ്ങ് പറയുക. പക്ഷെ ഇവരൊക്കെ പറയുന്ന വിഡ്ഢിത്തം എന്താണെന്ന് ഇവരെ സ്വയം അറിയുന്നുമില്ല. ഒരു പാർട്ടിക്കാർ ഇവരോട്ട് നേരെയാക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള കുറേ അലപലാതി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വൈകുന്നേരം 6 മണിക്ക് കള്ളി ഷാപ്പിനും ചാരായ ഷാപ്പിനും കള്ളടിച്ച് മതോധനായിട്ട് തെരുവിൽ കിടന്ന് ഗുണ്ടാവിളയായിട്ടും തെരുവിൽ കിടന്ന് തെറിവിളിയും നടത്തി വീട്ടിൻ്റെ കാര്യങ്ങളും അന്വേഷിക്കാതെ വീട്ടിൽ കയറി ചെന്ന് ഭാര്യയും മക്കളെയും തല്ലുകയും അത്താഴം കഴിക്കാൻ അവരെ അനുവദിപ്പിക്കാതെ അവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന അതേ തരത്തിൽ, അതിനേക്കാളും തരം താഴ്ന്ന രീതിയിലാണ് നല്ല വെള്ള ഉടുപ്പും നല്ല വെൽ ഡ്രസ്സ് ചെയ്തും വന്നിരുന്ന ഇവിടെ ഒന്ന് ചർച്ചയ്ക്കിരിക്കുന്നത്. മനുഷ്യന് സത്യം ദുഃഖം തോന്നുന്നുണ്ട്. കള്ളമെന്ന് പറഞ്ഞാൽ വായെടുത്ത നുണ മാത്രമേ ഇവർക്കറിയാവൂ. ഇവർ സത്യം എന്നുള്ളതെന്ന് അറിഞ്ഞിട്ടില്ല. കാരണം ഇതിവൻ്റെയൊക്കെ സ്വന്തം ചാനലല്ലേ. ഏതെങ്കിലും പാർട്ടിക്കാരെ കാശ് മുടക്കി അതിന് വേണ്ടി പറയാൻ വേണ്ടി വെച്ചേക്കുന്നത്. അതിനുള്ള കുറേ പിണിയാളുകളെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല.
ഈ പാർട്ടിയൊക്കെ എല്ലാം എത്ര നാൾ നിലനിൽക്കുമെന്ന് ആർക്കും അറിയാനും പറ്റില്ല. ഇതൊക്കെ ഒരു സുപ്രഭാതം എല്ലാം കൂടെ അടിച്ച് തേഞ്ഞ് അങ്ങോട്ട് പോകും. പിന്നെ കുറേ ഗുണ്ടായുസവും കുറേ ഇതുമായിട്ടൊക്കെ അങ്ങ് പോകും. പക്ഷേ എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഈ ചാനൽ അവതാരകരോട്, അവതാരകൻ ഇവരോടൊക്കെ പറയാണ്, നിങ്ങൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ആ മറുപടി നിങ്ങൾ ആരിൽ നിന്ന് പക്ഷേ അവന് എത്ര വിവരം കെട്ടണമെന്ന് നിങ്ങൾക്കറിയാം. ആ വിവരം കെട്ടവൻ്റെ അടുത്ത് നിങ്ങൾ വിവരമുള്ള ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് വിവരം കെട്ട റിപ്ലൈ കിട്ടും. ഇത് രണ്ടും കാണുന്നത് പബ്ലിക്കാണ്. അപ്പോൾ നിങ്ങളും ഈ നല്ല കഴിവുള്ള അവതാരകരായിരുന്നാലും അവരും അവരുടെ വിലയും കെടുത്തിക്കളയുകയാണ്. നിങ്ങൾക്കിരിക്കുന്ന ഒരു സീറ്റ് നിങ്ങൾ പബ്ലിക്കിനെ ഫേസ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ പബ്ലിക്കിനെ ഫേസ് ചെയ്ത് പബ്ലിക്കിനുള്ള വിവരങ്ങൾ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഡൂക്കിലി ആൾക്കാരെയൊക്കെ വിളിച്ചിരുത്തിയായിരിക്കും നിങ്ങൾ ഈ പ്രഭാഷണം തുടങ്ങുക. അത് വളരെ മോശപരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഇനിയെങ്കിലും അത് ഇല്ലാതാക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഒരു ധാർമ്മികത നിങ്ങളിലുണ്ടാകണം. മാധ്യമപ്രവർത്തകരോടും യൂട്യൂബറോടും ഒക്കെ പറയാൻ ഞാനടക്കം, നമ്മളെന്തെങ്കിലും ഒരു ചാനൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗുണകരമായ കാര്യമായിരിക്കണം. അത് ഗുണ്ടായിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കൊല്ലും കൊലയും കൊലപാതകവും ഇതൊക്കെ നടത്താൻ അത് നടത്തി അതിൻ്റെ പേര് അതായത് ഇതൊന്നും ഡിസ്കഷൻ ചെയ്യാതിരിക്കുക. അതിനുള്ള വേദിയാക്കരുത് ഈ അന്തിച്ചന്തയെന്ന്. അന്തിച്ചന്ത തന്നെ പറയും. ഈ ചന്തകളായി പോകുന്നു. അതുകൊണ്ട് കഴിയുന്നതും ചിലരുടെ വിടിവായിത്തരമൊന്നും കേട്ടങ്ങ് സഹിക്കാൻ വയ്യാത്തത്, സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ഒരു മൈക്കും തൂക്കി കര കുര എന്നൊക്കെ പറഞ്ഞാൽ എന്തിൻ്റെ കാര്യമാണത്? ഇതിൻ്റെയൊക്കെ കാര്യം ഓരോരുത്തന്മാർ ഡോക്ടറേറ്റൊക്കെ പഠിച്ചിട്ടാണ് എവിടെ വന്ന് അഭ്യാസത്തിനും കാണിക്കുന്നത്. വെറും ക്ഷേത്രതരമായിട്ടുള്ള സംസാരം. ഇവനൊക്കെ എന്ത് ഇതാണെന്നറിയാം. ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയുന്നത് ഏത് വിഷയത്തിലെടുത്ത് നുണ പറയുന്ന വിഷയത്തിലായിരിക്കും ഈ ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഏത് ഗുണ്ടകളെയും ഗുണ്ടായിത്തരം പ്രകടിപ്പിക്കാനുള്ള അതിനു വേണ്ടിയുള്ള ഡിഗ്രി ആയിരിക്കും അത് വന്ന് LLB എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും നല്ല കാര്യങ്ങളല്ല. സോ ദയവ് ഇതെല്ലാം ഈ അവതാരകരോടും ഒന്ന് പറയുകയാണ്. അതിന് ഈ ചർച്ചയിൽ വന്ന് ഇരിക്കുന്നവരോടും ഒന്ന് പറയണം, നിങ്ങൾ മാറ്റുക. മനുഷ്യന് ഗുണകരമായ കാര്യങ്ങൾ പറയുക, നല്ല സബ്ജക്റ്റ് പറയുക. അല്ല അങ്ങക്കും തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന പരസ്പരം തെറി വിളിക്കുന്ന അഭിഷേകമുള്ള ഒരു ചാനലാക്കി മാറ്റാതിരിക്കുക. കേരളം അതമ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളം ഇറ്റ് ഈസ് കമ്മിങ് ഡേ ബൈ ഡേ ഏറ്റവും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലും കൊലയും കൊലപാതകങ്ങളും. അതിനിപ്പോൾ നല്ല ഒരു രീതിയിലുള്ള മാധ്യമപ്രവർത്തനം നടത്തുകയാണെങ്കിൽ അവനെ തല്ലിക്കൊല്ലാൻ വേണ്ടി കേങ്ങായിട്ട് അടയ്ക്കുകയാണ് ആൾക്കാർ. അതിന് എല്ലാവിധ സപ്പോർട്ടും പാർട്ടിക്കാർ കൊടുക്കുന്നത്. പിന്നെ അവനെന്ത് തോന്നിയാസം കാണിക്കും. ഒരിക്കൽ കൂടി പറയുന്നു, കേരളീയരോട് എന്ന് പറയുന്നത്, നിങ്ങൾ നല്ല ചാനലുകൾ വീക്ഷിക്കാതില്ലെങ്കിൽ അതിനെ ബൈക്കൗട്ട് ചെയ്യുക, കാണാതിരിക്കുക. ഇതിന് ഇവൻ്റെയൊക്കെ ആ അഭ്യാസവും ഈ ആഭാസത്തരവും നമ്മൾ കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.